ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഏവർക്കും സ്വാഗതം. നമുക്കൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് NCPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ NA മുഹമ്മദ് കുട്ടിയാണ്. നമസ്കാരം സർ. ഇപ്പോൾ PSC നിയമന കോഴയുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അങ്ങ് നടത്തിയ ഇടപെടലുകൾ കൂടി ഇപ്പം വീണ്ടും ചർച്ചയായി എത്തിയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും അത് ചർച്ചയാകുമ്പോൾ അന്ന് നടത്തിയ ഇടപെടലുകൾ വേണ്ടത്ര ശ്രദ്ധ അന്ന് ലഭിച്ചില്ല എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അന്ന് അതിന് ശ്രദ്ധ ലഭിച്ചില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം എന്താണെങ്കിൽ ഞാൻ ഇടപെടുന്ന വിഷയത്തിന് മുൻപ് തന്നെ INL വിഷയം വന്നിട്ടുണ്ട്. പത്രങ്ങളിലെല്ലാം 40 ലക്ഷം രൂപയ്ക്ക് INL വിറ്റു എന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷെ ആരും തെളിവ് കൊടുക്കാൻ തയ്യാറാകാതെ അത് ഇത് ചെയ്തു. അതിനോടൊപ്പം തന്നെ മറ്റു പല പാർട്ടികളുടെ പുറത്തു വന്നിട്ടുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ പിന്നീട് പടുത്ത് JDSന്റെ, അതിനും മുൻപ് തന്നെ മറ്റ് ചില കക്ഷികളുടെ, ഇങ്ങനെ പലരുടെയും ഇതുപോലെ ഈ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികളുടെയാണ് ആദ്യം ഈ കൂടുതലായിട്ട് വന്നത്. എന്നല്ലാതെ മുഖ്യ ഇടതുപക്ഷത്തെ കക്ഷികളായ CPM CPIയുടെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് വന്നപ്പോൾ തന്നെ വളരെ കൃത്യമായി അതിൻ്റെ തെളിവുകളടക്കം ഇത് ജനമധ്യത്തിൽ കൊണ്ടുവന്നത് ഞാനാണ്. മറ്റൊരു പാർട്ടികളും ഇതിന് തയ്യാറായില്ല. അതാണ് വാസ്തവത്തിൽ. കാരണം ഞാൻ അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. അതിനാവശ്യമായ എല്ലാ തെളിവുകളും അതിൻ്റെ റെക്കോർഡഡ് ഓഡിയോ വരെ അന്ന് തെളിവായി നൽകുകയുണ്ടായി. അപ്പോൾ ആ സമയത്താണ് അത് ചാനൽ വന്നപ്പോഴാണ് നമ്മുടെ ഗിരീഷ് ബാബു അത് മറ്റേ കേസുമായിട്ട് മുന്നോട്ട് പോയത്. ആ കേസുമായി മുന്നോട്ട് പോയി അതിൻ്റെ ഭാഗമായി അദ്ദേഹം DGPക്ക്, മുഖ്യമന്ത്രിക്കും എല്ലാവരും കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ അതിനു മുമ്പേ ഈ തെളിവുകൾ അടക്കം തന്നെ ഈ പറയുന്ന എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്, വിജിലൻസിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഒരു ആക്ഷൻ എടുത്തില്ല. പക്ഷെ ഇദ്ദേഹം ഈ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കേസുമായിട്ട് പോയപ്പോഴാണ് DGP ഇതിനൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. കാരണം അതൊരു സീരിയസ് ആയി. കാരണം കോടതി ആ കേസ് ഏറ്റെടുത്തു. മാത്രമല്ല അതിൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി എന്നുള്ള നിലയ്ക്കാണല്ലോ, അതായത് ഒരു സ്റ്റാഫായിട്ടുള്ള രമ്യ VR, അതേപോലെ തന്നെ മന്ത്രി, വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, ഇവരുടെ റോളുകളും അതിൽ വന്നപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് കോടതി ഇത് ചെയ്തത്. അപ്പോൾ ഗിരീഷ് ബാബു അനുസരിച്ചിട്ട് ഗവർണർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിക്കെല്ലാം ആ കോപ്പി കോടതിയുടെ ഉത്തരവ് വെച്ചുകൊണ്ട് ഇതിന് പ്രോസിക്യൂഷൻ അനുമതി വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നൽകുകയുണ്ടായി. പിന്നെ അദ്ദേഹം ഇടയ്ക്ക് അത് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, മനസ്സിലായി. പക്ഷേ ഞാനിതുമായി ഗവർണറെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള നിരന്തരമായി ഇത്തരം ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിന് ശേഷം പിന്നീട് ഈ കേസിൽ പിന്നീട് NCPയുടെ തന്നെ ആലുവ ബ്ലോക്ക് പ്രസിഡന്റ് ഇതിൽ കക്ഷി ചേർന്നു, ഇയാൾ മരിച്ചതിന് ശേഷം. അപ്പോൾ കക്ഷി ചേർന്നുകൊണ്ട് വീണ്ടും അയാൾ ഇതേ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമാണെന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗവർണർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു 3 മാസം കഴിയാതെ നമുക്ക് ഹൈക്കോടതിയിൽ പോകാനോ, കാരണം ഗവൺമെൻറ് ഒരു പീരീഡിലുള്ള ടൈം കൊടുക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഈ കോഴിക്കോട് സംഭവം വരുന്നത്. CPMൻ്റെ അവിടുത്തെ CITUവിൻ്റെ ജില്ലാ നേതാവ് പൈസ വാങ്ങിച്ചു 20 ലക്ഷം രൂപ എന്നുള്ളത് വരുന്നത്. അത് കുറച്ച് കാര്യമായ അന്വേഷണങ്ങളും മറ്റുള്ള ബാക്കിയൊക്കെ വന്നപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞതിനെ കുറച്ച്, അതായത് 3 മാസം കഴിഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും ഇത് കുറച്ച്, അതായത് ആളുകളുടെ മനസ്സിൽ വളരെ വ്യക്തമായി ഈ ഇത്തരത്തിൽ കുഴ നടക്കുന്നുണ്ട് എന്നുള്ള ധാരണ വന്നല്ലോ. അപ്പം അതുകൊണ്ടാണ് അത് വീണ്ടും ഏറ്റെടുത്ത് ഇനി താമസിച്ചുകൂടാ എന്നുള്ള നിലയ്ക്ക് NCP ആയിട്ട് മുന്നോട്ട് പോയത്. അന്ന് അങ്ങ് നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും തന്നെ അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ഈ കോടയുടെ ആഴവും പരപ്പും അവരെ ബോധ്യപ്പെടുത്താൻ കൂടി അന്ന് തയ്യാറായിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് മുഖ്യമന്ത്രി അത് വേണ്ട വിധത്തിൽ ഗൗരവത്തിൽ എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ സമാനമായ ഒരു പ്രതിസന്ധിയിലേക്ക് CPM മുഖ്യമന്ത്രി എത്തില്ലായിരുന്നല്ലോ.
അല്ല, മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ വേണ്ടി അവർക്ക് പോയിരുന്നു. പക്ഷെ അന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അന്ന് വേറെ ഏതോ ഡെലിഗേഷനൊക്കെ ആയിട്ട് മുഖ്യമന്ത്രി തിരക്കിലായിരുന്നു. ഞാനങ്ങനെ മടങ്ങിപ്പോന്നു. എന്നാൽ പിന്നീട് ഈ തോമസ് കെ തോമസിൻ്റെ അടുത്ത് ഞാൻ അതിൻ്റെ ഓഡിയോ കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിലൊരു ഇതിലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിന് വേണ്ടി തോമസ് കെ തോമസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ തോമസ് കെ തോമസും അന്നത്തെ ഇതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ആ വെളിപ്പെടുത്തുന്ന അവസ്ഥയിൽ എൻ്റെ കൂടെ ഉണ്ട്. ഇതിലെ ഈ പി സി ചാക്കോയുടെ കൂടെ 5-8 വർഷം വർക്ക് ചെയ്ത ബിജു ആബൽ ജേക്കബാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട്. കാരണം അയാളായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് റോളിൽ ഉണ്ടായിരുന്നു. പി സി ചാക്കോയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഇടനിലക്കാരൻ ഒരു കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു ബാർ ഉടമയാണ്. പക്ഷേ ഇപ്പുറത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിയെ കണ്ടുപിടിച്ചതും ഇതിനു വേണ്ടി ഇത് ചാക്കോയ്ക്ക് വേണ്ടി ഇതിൻ്റെ ബാക്കിയെല്ലാം ചെയ്തു കൊടുത്ത് ബിജു ആബൽ ജേക്കബ്. കാരണം ബിജു ആബൽ ജേക്കബ് 8 വർഷമായി ചാക്കോയുടെ കൂടെ ഉണ്ട്. ഈ പെൺകുച്ചിന് നേരത്തെ മുതലേ ഷാർജയിൽ ഈ ഒരു അടുത്തടുത്ത് താമസിച്ചിരുന്ന അന്ന് പോലെ ബിജു ആബൽ ജേക്കബ് നേരത്തെ ഏഷ്യാനെറ്റിൽ ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരൊരു പരിചയമുള്ളതാണ്. അങ്ങനെയാണ് ആ ബന്ധത്തിലൂടെയാണ് ഇത് മാറ്റി വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ വേറെ കഥ കൂടെയുണ്ട്. NCPയുടെ ഈ PSC മെമ്പർ ആക്ച്വലി 1 വർഷം മുമ്പേ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ 62 വയസ്സായപ്പോൾ റിട്ടയർ ചെയ്യേണ്ടി വന്നു. അഡ്വക്കേറ്റ് രഘുമാരാത്ത് തൃശ്ശൂരിലെ. അപ്പോൾ 2021 ഇലക്ഷന് 1 വർഷം മുമ്പേ ഞങ്ങൾക്ക് PSC മെമ്പറില്ല. അപ്പോൾ ആ സമയത്താണ് ഇവർ വേറൊരാൾ വഴി പീതാംബരം മാഷ് കാണാൻ ചാർജ് NCPയുടെ പീതാംബരം മാഷ് വഴി ഇവർ ബന്ധപ്പെട്ട് പീതാംബരം മാഷ് ഏറ്റവും അടുത്ത ഒരാളെ ജയൻ പുത്തമ്പരക്കൽ വഴി ഓൾറെഡി 60 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഈ രമ്യ വിആർ. അതിൽ 25 ലക്ഷം രൂപ എല്ലാവർക്കും അറിയുന്നതാണ്. 15 ലക്ഷം രൂപ പീതാംബരം മാഷ മകൻ്റെ അക്കൗണ്ടിലേക്കും 10 ലക്ഷം രൂപ ജയൻ്റെ അക്കൗണ്ടിലേക്കാണ് ബാക്കി ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് ഉണ്ട്. അപ്പോൾ ആ തെളിവുകളെല്ലാം ഞങ്ങൾക്ക് പാർട്ടിക്കകത്തനുണ്ട്. ആ സമയത്താണ് ഈ 2021 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ചാക്കോ ചാർജ് എടുക്കുന്നു. അന്ന് മറ്റ് PSC മെമ്പേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ കൂടെ ഇതുകൂടി കയറി വരികയാണ്. അന്ന് മറ്റാൾ വഴി നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ാണ് ഈ രമ്യ ബിജു ആബേൽ വഴി ഇതിന് ശ്രമിക്കുന്നതും ഈ പറഞ്ഞ 50 ലക്ഷം രൂപ കൊടുക്കുന്നു. അപ്പോൾ അത് പുറത്തായതുകൊണ്ട് മാത്രമാണ് ബിജു ആബേലിനെ പാർട്ടിയിൽ നിന്നും അദ്ദേഹം പാർട്ടിയിൽ നിർത്തുണ്ടായിരുന്നില്ല. ചാക്കോ വന്നപ്പോൾ കൂടെ വന്നു. പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അതിനോടൊപ്പം തന്നെ മന്ത്രിയുടെ വനം വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ PA അപ്പോയിൻമെൻറ്റും കൊടുത്തു. അപ്പോൾ ഇത് പുറത്ത് വന്നപ്പോൾ അത് ചാക്കോയോട് നിർബന്ധമായിട്ട് രാജി എഴുതി വാങ്ങിക്കൊടുക്കേണ്ടത്. അതിന് മന്ത്രിയുടെ അഡീഷണൽ PA എന്നുള്ളത് എഴുതു. അദ്ദേഹത്തിൻ്റെ PS എന്നുള്ളത് മാറ്റി എൻ്റെ ഓഫീസിൽ പോലും കയറണ്ടെന്നുള്ള എനിക്കുള്ള ഇത് കൊടുത്തിട്ട് അയാൾ പുറത്താക്കേണ്ടത്. അതിലുള്ള വിഷമം കൊണ്ടാണ് അയാൾ ഈ കാര്യങ്ങൾ പലതും ഞങ്ങളെ വിളിച്ച് അന്നത്തെ സീനിയർ ലീഡേഴ്സ് എന്ന് പറയുന്ന പാർട്ടിയിൽ അന്ന് ചാക്കോയുടെ തെറ്റായ നയങ്ങളെക്കുറിച്ച് എതിര് പറയുന്ന 2-3 ആളുകൾ ഞങ്ങളാണ്. ഒന്ന്, ഞാൻ അന്നത്തെ ഇലക്ഷനിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ആളാണ്. മറ്റൊന്ന് ഒരു ദേശീയ സെക്രട്ടറി ജോസ്മോനുണ്ട്. വേറെ ആള് നമ്മുടെ തോമസ് കെ തോമസ് MLA. അപ്പം ഞങ്ങളെ 3 പേരും വിളിച്ചിരിക്കുന്നു കാണണമെന്ന് പറഞ്ഞിട്ടാണ് തോമസ് കെ തോമസിൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നത്. അപ്പം ഞാനൊരു ജേർണലിസ്റ്റിക് ഇതിലാണ്. കാരണം ഞാൻ 1-2 മാഗസീൻ്റെയും പത്രത്തിൻ്റെയും പത്രാധിപരാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഇത് കിട്ടുമ്പോൾ നാളെ ഇവർ എങ്ങനെ പറയും മാറ്റി പറയുന്നത്. നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ആ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തെളിവുകൾ നമ്മുടെ വേണമല്ലോ. അതിനുവേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്ത് തന്നെയാണ്. മനസ്സിലായി. ആ 1 മണിക്കൂറിലധികം 1.5 മണിക്കൂറോളം ഉണ്ടത്. ആ റെക്കോർഡ് ചെയ്തതിൽ നിന്നുള്ള ഒരു 2-3 മെയിൻ ഇത് മാത്രമേ ഞാൻ അന്ന് മറ്റേ ചാനലിന് മീഡിയ വണ്ണ് ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം പത്രസമ്മേളനം നടത്തി. അപ്പം അതിന് അദ്ദേഹം എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. 2 കോടി ഡാമേജസ് ചോദിച്ചുകൊണ്ട്. ഞാൻ വളരെ ക്ലിയറായിട്ട് അതിൽ പറഞ്ഞത് അദ്ദേഹത്തെ വളരെ മോശമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ബാക്കിയൊക്കെ ആയിട്ട് ഇതാണെന്ന് പറഞ്ഞു. ഞാനതിന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒട്ടനവധി കാര്യങ്ങൾ ഈ ബിജു ആബേൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നല്ല പറഞ്ഞത്. ഞാനവിടെ അഴിമതിയെക്കുറിച്ച് പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നടത്തിയ അഴിമതിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ കേസുമായിട്ട് വേണമെങ്കിൽ എനിക്ക് മറ്റുള്ളതെല്ലാം ഈ ഇത് ഓഡിയോ പുറത്തായി കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു. എന്നാൽ 1 വർഷമായില്ല അദ്ദേഹം എനിക്കെതിരെ കേസിൽ പോലും പോയിട്ടില്ലല്ലോ.
എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ പത്രസമ്മേളനം ബാക്കിയൊക്കെ വന്നപ്പോൾ അദ്ദേഹം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ 10 കോടിക്ക് ഒരു ഡാമേജിന് വീണ്ടും ലിറ്റർ വന്നിട്ടുണ്ട്. അതിൽ എന്നെ മാത്രമല്ല ബിജു അബേലും ചേർത്തുകൊണ്ടാണ്. അതായത് 1 കൊല്ലം കൊണ്ട് 2 കോടി അങ്ങനെ 10 കോടി എന്നുള്ളതിൻ്റെയാണ് എനിക്ക് അതിശയം വന്നത്. മനസ്സിലായോ? അപ്പോൾ അതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ടുള്ള ഇതല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ആൾ. അദ്ദേഹം വളരെ സീനിയർ ലീഡറാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ നേരത്തെ ഉള്ള മുൻപ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അന്ന് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായിട്ടുള്ള ഇതുണ്ട്. അതിനുശേഷം കോൺഗ്രസിൽ പോയിട്ട് പല പദവികൾ വഹിച്ചു. അതിനുശേഷം തിരിച്ച് പിന്നെ വീണ്ടും NCP വന്ന് NCP സംസ്ഥാന പ്രസിഡന്റായി. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു നല്ല ലീഡർഷിപ്പുള്ള നല്ല നേതാവ് എന്നെനിക്ക് നോക്കുമ്പോൾ അവർക്ക് ചില മാന്യതകളും ഇത് വേണം. വെറും കാശിന് വേണ്ടി അഴിവ് നടത്തിയിട്ട് ഉള്ളതില്ല. മാത്രമല്ല മറ്റൊരു ഇതിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോൺട്രാക്ടേഴ്സിനെ ഒരുമിച്ചാക്കി പാർട്ടിയിൽ കൊണ്ടുവന്ന് ഒരു അഴിവ് നടത്തുന്നതിന് വേണ്ടി എന്നോട് അവർ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ഞാൻ സംസ്ഥാന ട്രഷറർ ചാർജ് കൂടിയുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് തീർച്ചയായിട്ടും പാർട്ടിയിലേക്ക് പുതിയ ആളുകൾ കടന്നൊരു പാർട്ടി ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ ഇവരെ കണ്ടപ്പോൾ അതിൽ 1-2 ആൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് സർക്കാരിന് കിട്ടുന്ന ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്യൂബിക് മരം ഫോറസ്റ്റിൽ നിന്ന് ഡിപ്പോയിലേക്ക് കൊണ്ടുവരുന്ന 1 കിലോമീറ്ററിനുള്ള ചാർജാണ് 28 രൂപ ഉദ്ദേശം. ഇപ്പോഴത്തെ എനിക്കറിയില്ല, അന്ന് കിട്ടിയ ഒരു 28 രൂപ 1 കിലോമീറ്ററിന്. അപ്പം അതിൽ കൂടുതലാവാൻ പാടില്ല, അതിൻ്റെ താഴെ എത്രയ്ക്കും കൂട്ടിയാണ്. അപ്പോൾ ആ ടെൻഡറിൽ 20ൻ്റെ താഴെ ഏറ്റവും താഴെ വന്ന ആൾക്കാണ് കിട്ടുക. അപ്പോൾ അത് 18 പോകാറുണ്ട്, 20 പോകാറുണ്ട്, 22 ഇങ്ങനെയൊക്കെ പല കോട്ടും വരാറുണ്ട്. അപ്പോൾ ഇവരുടെ അസോസിയേഷൻ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇത് വീഴ്ചെടുത്തു കഴിഞ്ഞാൽ 28 കിട്ടിക്കഴിഞ്ഞാൽ അന്ന് കുറച്ച് പാർട്ടിക്കും കിട്ടും, കുറച്ച് ഇവർക്കും ലാഭം കിട്ടുകയാണല്ലോ. അപ്പം അതായിരുന്നു ഈ സംഭാഷണത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. ഞാൻ ഇവരെ കണ്ട് ഈ പാർട്ടിയിലേക്കുള്ള വരുന്നതിന് ഒരു സംഭാഷണം നടത്തിയപ്പോഴാണ് 1-2 പേര് പറഞ്ഞു, അത് എനിക്ക് താല്പര്യമില്ല, മറ്റൊരാൾക്കാരുണ്ട്, എൻ്റെ ഉദ്ദേശം ഇതാണ്, ഞങ്ങൾക്കല്ലാതെ തന്നെ ഈ പറയുന്ന ലാഭമുണ്ട്, പിന്നെ എന്തിനാ സർക്കാരിനെ ഭരിച്ചിട്ടുണ്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ അതിന് കൂട്ടുനിന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് എൻ്റെ ഉള്ളിൽ ചില ഹിഡൻ അജണ്ട ഉണ്ട്, അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തെറ്റുന്നത് വരുന്നത്. കാരണം എന്നെ വെച്ച് കാശുണ്ടാക്കാൻ നോക്കിയപ്പോൾ ഞാനത് ഉള്ള കാര്യം തുറന്നു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ കോഴിക്കോട്ടെ CPM-ന്റെ കോഴ വിവാദത്തെക്കാൾ ഒന്നും കൂടി തെളിവുകൾ അടക്കമാണ് PC ചാക്കോ ഉൾപ്പെട്ട കോഴ വിവാദം പുറത്തേക്ക് വരുന്നത്. അപ്പം അതൊരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് നടന്നു എന്നതിന് കൃത്യമായ വസ്തുതകൾ നമുക്കുണ്ട്. അതിനുശേഷം അന്നാണെങ്കിലും ഇന്നാണെങ്കിലും PC ചാക്കോ വിഷയത്തിൽ കൃത്യമായൊരു മറുപടി നൽകുന്നില്ല. ഇപ്പോഴാണെങ്കിലും ഇപ്പം ഇതിനകത്ത് വസ്തുതകൾ പുറത്തുവിട്ട് ഇതിനകത്ത് നിരന്തരം പിന്നിൽ നിൽക്കുന്നു. താങ്കളെ വ്യക്തിപരമായിട്ട് എങ്ങനെ അധിക്ഷേപിക്കാനുള്ളൊരു വഴിയാണ് ഇതിനകത്ത് ഇപ്പോഴും അദ്ദേഹം തരുന്നത്. കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തോട് 2 സ്ഥലങ്ങളിൽ എറണാകുളത്തും കോഴിക്കോടും ചോദിച്ചപ്പോഴും മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന സമീപനം, അല്ലെങ്കിൽ ഇത്തരം ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വസ്തുത മുന്നോട്ട് വെച്ച് താങ്കളെ എങ്ങനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാം എന്നതിലാണ് ചാക്കോ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിനെ എങ്ങനെയാണ്? അല്ല, അത് മാധ്യമങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ കുറിച്ച് വളരെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് കേട്ടിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ അന്ന് തന്നെ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് റിലീസ് കൊടുത്തു. പല മാധ്യമങ്ങളും അത് റിലീസ് വന്നിട്ടുണ്ട്. അത് അദ്ദേഹം എന്തെങ്കിലും തെളിവുകൊണ്ട് അത്തരത്തിൽ എന്നെക്കുറിച്ച് അധിക്ഷേപിക്കുന്നില്ല തെളിവുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്ന് വേണ്ടി പറഞ്ഞു. മനസ്സിലായോ? പക്ഷേ ഒന്നും അദ്ദേഹം അത് ഏറ്റെടുക്കുക പോലും ചെയ്തില്ലല്ലോ. അതിനുശേഷമാണല്ലോ അദ്ദേഹം പാർട്ടിക്കകത്ത് എന്തുകൊണ്ട് ചാക്കോ പാർട്ടിക്കകത്ത് ഇപ്പോഴും അതിൽ കുറച്ചുകൂടി നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. പഴയ കോൺഗ്രസിൽ നിന്ന് വന്ന NCP ആയിട്ടുള്ള കുറച്ച് നല്ല ആളുകളുണ്ട്, എല്ലാവരും മോശക്കാരൊന്നല്ല. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് കേസ് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പഴയത് കേസ് കൊടുക്കാതെ ഈ രണ്ടാമത്തെ വീണ്ടും 10 കോടിക്ക് വേണ്ടി നോട്ടീസ് എടുത്ത് അയക്കുന്നത്. അപ്പോൾ അതൊരു ഐവാഷാണ്. അവരുടെ പറയില്ല, ഞാൻ 10 കോടിക്ക് ഡാമേജിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയാമല്ലോ. അപ്പോൾ ചാക്കോനെ സംബന്ധിച്ച് ഇതിൽ തെളിവുകൾ വളരെ സ്ട്രോങ് ആണ്, ഒരു സംശയവും വേണ്ട. പക്ഷെ ഗവൺമെൻറ് അത് ഏറ്റെടുക്കാത്തതാണ് ഒരു പ്രശ്നം. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു നയമനുസരിച്ച് കൃത്യമായി ഇടതുപക്ഷത്തിന് ഇത് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് അത് ഏറ്റവും നല്ല പേര് കിട്ടും. കാരണം ഇത്തരം അഴിമതിക്കെതിരെ കേസ് ഏറ്റെടുത്തുകൊണ്ട് അത്തരം ആളുകൾ പുറത്താക്കിയെന്ന് പറയാം
അത് കാരണം അതിൽ ശരിക്കും കേസ് വരുമ്പോൾ ശശീന്ദ്രൻ അടക്കം പുറത്തു വരേണ്ട ഒരു ഇത് വരികയാണ്. അപ്പോൾ മാത്രമല്ല ഇവരെ സസ്പെൻഡ് ചെയ്താൽ തന്നെ ഗവൺമെന്റ് ഒരു ഇതാണല്ലോ, സസ്പെൻഷൻ ഒരു പെൻഡിങ് എൻക്വയറി വെച്ചുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്യാലോ, എന്നിട്ട് അന്വേഷണത്തിന് ഉത്തരവിടണ്ടേ, അതുപോലും ചെയ്യുന്നില്ല. ഈ PSC കോഴ വിവാദം ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ചെറിയൊരു തോതിലെങ്കിലും ഒരു തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പം PC ചാക്കോ ആണെങ്കിലും ശശീന്ദ്രനാണെങ്കിലും അവരുടെ ഇടപെടലുകൾ ഈ മുന്നണിക്കുള്ളിൽ തന്നെ ഒരു അസ്വാരസ്യത്തിന്, പ്രത്യേകിച്ച് CPI ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനകത്ത് വിയോജിപ്പുമായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്നിട്ടും എന്തുകൊണ്ടാവും ഇടതുമുന്നണി അത് പരസ്യമായിട്ട് തള്ളി പറയുന്ന ഒരു നിലയിലേക്ക് എത്താത്തത്? തള്ളി പറയാത്ത ഒറ്റ കാര്യമുള്ളൂ, ഇതെടുത്താൽ ഒരു NCPയോ JDSോ INLോ മാത്രമല്ല, മിക്ക ഘടകകക്ഷികളും വിറ്റിട്ടുണ്ട്. അതെല്ലാം പുറത്തു വന്നാൽ ഈ സർക്കാരിന് തന്നെ പ്രശ്നമാവുന്നതുകൊണ്ട് മാത്രമാണ് തൊടാത്തത്. ഇതാണ് അതിൻ്റെ പിന്നെ സത്യം. ഞാൻ വെച്ചാൽ അത്ര രൂക്ഷമായ എല്ലാവരും കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഇതെന്താണെങ്കിൽ പാർട്ടികളിലേക്ക് വരുന്ന ആളുകൾ ഒന്നുമില്ലാതെ കയറി വന്ന് എങ്ങനെ കാശുണ്ടാക്കാം, അതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പോക്ക് ഇന്നത്തെ കാലത്ത്. പണ്ടതല്ലല്ലോ, രാഷ്ട്രീയം എന്നത് സാമൂഹിക പ്രതിബദ്ധത എന്നൊക്കെ പറഞ്ഞ വാക്കുകളുള്ളൂ. എങ്ങനെ എനിക്ക് കയറിയിട്ട് കാശുണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിലേക്ക് ആ രാഷ്ട്രീയത്തിന് മാറ്റം ഇവിടെ ആവശ്യമാണ്. PSC കോഴ വിവാദത്തിൻ്റെ കൂടുതൽ തലങ്ങളാണ് ശ്രീ മുഹമ്മദ് കുട്ടി നമ്മളോട് പങ്കുവച്ചത്. ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.